നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിലാണ് ജോലി ഒഴിവുകളുള്ളത്. പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇതിനായിട്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രിയെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് EPFO പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് അപേക്ഷിക്കാവുന്നത്. മൊത്തം 323 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാം. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനും ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കാവുന്നതാണ്. പരീക്ഷയൊന്ന് എഴുതി നോക്കാം. ഈ ജോലിക്ക് 27 മാർച്ച് വരെ അപേക്ഷിക്കാവുന്നതാണ്. എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഫണ്ടിൻ്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം 323 ആണ്. പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് 40 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പേഴ്സണൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ബിരുദമാണ്. പക്ഷേ ബിരുദം മാത്രം പോരാ, അതിനൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫിയിൽ മിനിറ്റിൽ 120 വാക്കുകളുടെ വേഗതയിൽ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഡിക്റ്റേഷൻ, അത് ഇംഗ്ലീഷോ ഹിന്ദിയോ ആകാം. അതിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് തീരണം, ഹിന്ദി ആണെങ്കിൽ 65 മിനിറ്റ് കൊണ്ട് തീരണം. കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ഈ 323 ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ 25 രൂപയെ അപേക്ഷാ ഫീസുള്ളൂ. അതുപോലെ തന്നെ ഈ അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക്, പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. ഇതിനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്കാണ്. ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏത് ജോലിക്കും നിങ്ങൾ അപേക്ഷിക്കാൻ പാടുള്ളൂ. കാരണം അതിലാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഈ ഔദ്യോഗിക വിജ്ഞാപനം മൊത്തം ഇവിടെ നമ്മൾ പറയുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ആ ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ അതിൽ വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി തന്നെ അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയുന്നു, 27 മാർച്ച് 2024 വരെയാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഇതെല്ലാം തന്നെ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ലിങ്ക് എടുത്തു നോക്കി ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക. അതിനൊപ്പം തന്നെ ജോലി തേടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന പുതിയ തൊഴിൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് നോട്ടിഫിക്കേഷൻ ലിങ്കിൽ കൂടി ഒന്ന് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക്, തൊഴിൽ അധിഷ്ഠിതമായ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.